അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒറ്റ ദിവസത്തിൽ ഉത്തരം കിട്ടിയ ഒരു അത്ഭുതകരമായ സ്വലാത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഇത് അനുഭവമാണ്. ചില കാര്യങ്ങളുണ്ട്, നമുക്കത് പെട്ടെന്നൊന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ നാം ആഗ്രഹിച്ചു പോകുന്ന സ്വലാത്തിനെ കുറിച്ച് പറയേണ്ടതില്ല. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല അസ്സലാത്തു അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് പറയൽ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ കൽപ്പിച്ച ഒരു കാര്യമാണ്. അതിൻ്റെ ഫായിദകൾ കസീറുൻ, ധാരാളമാണ്. ധാരാളം നേട്ടങ്ങളാണ് സ്വലാത്ത് കൊണ്ട് നേടിയത്. നമ്മുടെ ഓരോ ഇബാദത്തുകൾ പരിശോധിച്ചു നോക്ക്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഓതുന്ന ഖുതുബ അത് സ്വഹിയാകണ്ടേ? എന്നാൽ സ്വലാത്ത് വേണം. നമ്മുടെ നിസ്കാരം, 5 നേരത്തെ നിസ്കാരം ഫർദാണ്, അത് സ്വഹിയാകണ്ടേ? അതിലും സ്വലാത്ത് വേണം. ഏതൊരു കാര്യം നാം എടുത്തു നോക്കിയാലും അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ മയ്യത്ത് നിസ്കാരം അത് സ്വഹിയാകണമെങ്കിൽ നബിയുടെ മേൽ സ്വലാത്ത് പറയണം. അപ്പൊ നബിയുടെ മേൽ സ്വലാത്തുമായി ബന്ധപ്പെടാത്ത ഇബാദത്തുകൾ സ്വഹിയാകൂല എന്ന് പറയുമ്പോൾ വലാ തസ്ഹു സ്വലാത്തു വൽ ഖുതുബ ബിദൂനിഹാ, സ്വലാത്തില്ലാതെ കണ്ടതൊക്കെ സ്വഹിയാവൂല എന്ന് പറയുമ്പോൾ ആ സ്വലാത്തിന്റെ മഹത്വം ഖുർആൻ നാം പലപ്പോഴും കേൾക്കുന്ന ഒരു ആയത്താണ്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ ആയത്ത് മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട ആയത്താണ്. ഇന്നല്ലാഹ, അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ നബിയുടെ മേൽ നിങ്ങളും സ്വലാത്തു വസ്സലാം പറയണമെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നാം അനുസരിക്കുമ്പോൾ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പൊ സ്വലാത്ത് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഔലൻ നാസു ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്. അന്ത്യനാളിൽ എൻ്റെ ഏറ്റവും അടുത്തവരാരെന്നറിയുമോ? അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരും എന്നാണ്. അതാവിന്റെ റസൂൽ പറയുന്നു, മൻ സ്വല്ല അലൈക മിൻ ഉമ്മത്തിക, നിന്റെ ഉമ്മത്തിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഉമ്മത്തിന്ന് ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഫതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്, 10 ഹസനാത്തുകൾ അവനിക്ക് എഴുതും. വമഹാ അൻഹു 10 ശൈആത്ത്, 10 തിന്മകൾ മായ്ക്കും. വറഫഅ ലഹു 10 ദറജാത്ത്, അവനിക്ക് 10 ദറജയെ ഉയർത്തും. അതുപോലെ വറദ്ദല്ലാഹു അലൈഹി മിസ്ലഹ. നോക്കൂ, ഇത്രയും മഹത്വം സ്വലാത്തിനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്കത് മതി, വിഷമങ്ങൾക്കത് മതി, നമ്മുടെ സങ്കടങ്ങൾക്ക് മുത്തായ റസൂലാണ് പറഞ്ഞത് അത് മതി എന്ന്. ഒരു ഹദീസ് ഖാല ഉബയ്യ് ഇബ്നു ഖഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി ഉക്സിറു സ്വലാത്ത ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബി, എത്ര സ്വലാത്ത് ചൊല്ലണം നബി എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, മാ ശൈത, നീ ഉദ്ദേശിക്കുന്നത്രയും. ഖുൽതു അർബു യാ റസൂലല്ലാഹ്, നബിയെ 4ൽ 1 ഭാഗം സ്വലാത്ത് പറയട്ടെ. ഓ, അത്രയും പറയുന്നുണ്ടല്ലോ, മതി എന്ന് നബി പറഞ്ഞില്ല. മാ ശൈത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, നീ ഉദ്ദേശിക്കുന്നത്രേ നീ ജാസ്തിയാക്കുകയാണെങ്കിൽ അത് നിനക്ക് ഖൈറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അനിഷ്ഫു, അതായത് ഞാൻ പകുതി സ്വലാത്ത് പറയാൻ നബി. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ മറുപടി ഇങ്ങനെയാണ്, മാ ശൈത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, ജാസ്തിയാക്കുകയാണെങ്കിൽ നിനക്കത് ഖൈറാണ് എന്ന് പറഞ്ഞു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഫസുലുസൈൻ, 3ൽ 2 ഭാഗവും സ്വലാത്താക്കട്ടെ. അപ്പോഴും മാ ശൈത വഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്,
അധികരിപ്പിക്കുകയാണ് അത്രയും നല്ലതാണെന്ന് പറഞ്ഞു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹ, ഞാൻ മൊത്തം സ്വലാത്ത് തന്നെ പറയാം നബി എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തായ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇദൻ തുക്ഫ ഹമ്മുക വയുഗ്ഫറു ലക ദംബുക, നിന്റെ വിഷമം, നിന്റെ സങ്കടം, നിന്റെ പ്രയാസം, നിന്റെ ദുഃഖങ്ങളെല്ലാം മതി സ്വലാത്ത്. എത്ര ആളുകളുടെ സങ്കടം മാറി സ്വലാത്ത് കൊണ്ട്, എത്ര ആളുകളുടെ പ്രയാസങ്ങൾ മാറി സ്വലാത്ത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾക്ക് ഇത് മതി. ഒരു സഹോദരി പറയുകയാണ് ആ സഹോദരിയുടെ അനുഭവം. അവൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം പെട്ടെന്ന് തീർന്നു കിട്ടണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇരുന്നു തുടങ്ങി സ്വലാത്ത് ചൊല്ലാൻ. ആ സഹോദരി പറഞ്ഞൊരു സ്വലാത്തിനെ കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. പറഞ്ഞു, അതിൻ്റെ മഹത്വം ധാരാളം കേട്ട സഹോദരിയാണ്. അൽഹംദുലില്ലാഹ്, ആ സ്വലാത്ത് ചൊല്ലി 100 പൂർത്തിയാകുമ്പോഴേക്കും ആ സഹോദരിയുടെ മുറാദ് ഹാസിലായി, സന്തുഷ്ടയായി. ആ സഹോദരി പറഞ്ഞ സ്വലാത്ത് നമുക്കും പറയണം. ഒരുപാട് ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്, നമുക്കൊക്കെ മനഃപ്പാഠം അറിയുന്ന സ്വലാത്താണ്. ആരും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതില്ല, എല്ലാവർക്കും ഏകദേശം ആ സ്വലാത്തേക്ക് മനഃപ്പാഠം അറിയാം. സ്വലാത്തുന്നാരിയ, ആർക്കാണ് അറിയാത്തത്? എല്ലാവർക്കും സ്വലാത്തുന്നാരിയ അറിയാം. ആ സ്വലാത്തുന്നാരിയ ധാരാളം ചൊല്ലിയപ്പോൾ 100 തവണ പൂർത്തിയാകുമ്പോൾ ആ സഹോദരിയുടെ മുറാദ് ഹാസിലായി, ആ സഹോദരിക്ക് സന്തോഷമായി. മുത്തായ ഹബീബാണ് പറഞ്ഞത്, ഇദൻ തുക്ഫ ഹമ്മുക, നിന്റെ ഹമ്മിന്, എൻ്റെ പ്രയാസത്തിന് സ്വലാത്ത് മതി എന്നാണ്. ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നവരുണ്ട്. സ്വലാത്ത് പറയുമ്പോൾ നാം അറിയാതെ നമ്മുടെ മനസ്സിനൊരു സമാധാനം, സന്തോഷം കിട്ടും. അതോടൊപ്പം നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ മുറാദ് അതും അള്ളാഹു നമുക്ക് ആസ്വലാക്കി തരുമെന്നതാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ അനുഭവമുണ്ട്. ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം. അത് കമൻറ്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് അത് ഈ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു പ്രചോദനയാകും. മുത്തായ ഹബീബിൻ്റെ ഷഫാത്ത് നമുക്ക് നാളെ കിട്ടണ്ടേ? എന്നാൽ ഹബീബിനോട് ധാരാളം സ്വലാത്ത് ചെല്ലുന്നവർ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോൾ ആ മുത്തായ ഹബീബിൻ്റെ ഷഫാത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ധാരാളം നാം സ്വലാത്തുകൾ ചൊല്ലണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വലാത്ത് ചെല്ലുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വലാത്തുകൾ, ഒരു ദിവസം ചുരുങ്ങിയതൊരു 100 സ്വലാത്തെങ്കിലും നാം ചൊല്ലേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.